എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 23 നടന്ന കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് കമ്പൈലർ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വഴിത്തിരിവായ മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. A. കസ്തൂരിരംഗ അയ്യർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. 2. മിതവാദികളും തീവ്രവാദികളും തമ്മിൽ തുറന്ന സംവാദത്തിന് സമ്മേളനം വേദിയായി. 3. തീവ്രവാദികൾ മൊണ്ടേക്കു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് വാദിച്ചു. 4. KP കേശവമേനോൻ മിതവാദികളുടെ നേതാവായിരുന്നു. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 3ഉം 4ഉം തെറ്റ്. തീവ്രവാദികൾ മൊണ്ടേക്കു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് വാദിച്ചില്ല, സ്വീകരിക്കേണ്ടതല്ല എന്നാണ് വാദിച്ചത്. KP കേശവമേനോനല്ല, ആനി ബസന്റ് ആയിരുന്നു മിതവാദികളുടെ നേതാവ്. രണ്ടാമത്തെ ചോദ്യം, 1857 വിപ്ലവം നയിച്ച നേതാക്കളും സ്ഥലങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ജോഡികൾ ഏതെല്ലാം? 1. റാണി ലക്ഷ്മിബായ് ഝാൻസി. 2. നാനാ സാഹിബ് കാൺപൂർ. 3. കൻവർ സിംഗ് ഫൈസാബാദ്. 4. വാജിദ് അലി ഷാ അവധ്. ശരിയായ ജോഡികളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 2ഉം 4ഉം. അതായത് റാണി ലക്ഷ്മിബായ് ഝാൻസി, നാനാ സാഹിബ് കാൺപൂർ, വാജിദ് അലി ഷാ അവധ്. കൻവർ സിംഗ് ഫൈസാബാദ് അല്ല, ബീഹാറിലെ ആര, ജഗദീഷ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കലാപം നയിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമുള്ള രണ്ടാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും പങ്കെടുത്തു. 2. കോൺഗ്രസ് ഇന്ത്യയെ മുഴുവനായും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഗാന്ധിജി വാദിച്ചു. 3. മുസ്ലിം ലീഗും നാട്ടുരാജാക്കന്മാരും ഈ വാദത്തെ എതിർത്തു. 4. ഡോക്ടർ BR അംബേദ്കർ ഈ വാദത്തെ അനുകൂലിച്ചു. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗാന്ധിജിയാണ് പങ്കെടുത്തത്, നെഹ്റു പങ്കെടുത്തിട്ടില്ല. അതുപോലെ നാലാമത്തെ പ്രസ്താവന, ഡോക്ടർ BR അംബേദ്കർ ഈ വാദത്തെ അനുകൂലിച്ചു. അതായത് കോൺഗ്രസ് ഇന്ത്യയെ മുഴുവനായി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഗാന്ധിജി വാദിച്ചു. മുസ്ലിം ലീഗും നാട്ടുരാജാക്കന്മാരും ഈ വാദത്തെ എതിർത്തു. അംബേദ്കറും ഈ വാദത്തെ എതിർത്തു, അനുകൂലിച്ചിട്ടില്ല. നാലാമത്തെ പ്രസ്താവന, മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാരും അവരുടെ കൃതികളും കൊടുക്കുന്നു. തെറ്റായവ ഏതെല്ലാം? 1. മൊണ്ടസ്ക്യൂ സ്പിരിറ്റ് ഓഫ് ലോ. 2. റൂസോ സോഷ്യൽ കോൺട്രാക്ട്. 3. വോൾട്ടയർ ഉട്ടോപ്യ. 4. തോമസ് പെയിൻ ദ റൈറ്റ്സ് ഓഫ് മെൻ. തെറ്റായവയാണ് ചോദിച്ചത്. ആൻസർ വരെ 3 മാത്രം. വോൾട്ടയർ ഉട്ടോപ്യ എന്ന കൃതിയുടെ രചയിതാവ് തോമസ് മൂർ ആണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. 1. അറ്റ്ലാന്റിക് സമുദ്രം ഹരിക്കെയിൻ കത്രീന. 2. ചൈന കടൽ വില്ലി സ്മോക്ക. 3. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ ബിബർജോയ്. ശരിയായ ജോഡികളാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 3ഉം ആണ്. അറ്റ്ലാന്റിക് സമുദ്രം ഹരിക്കെയിൻ കത്രീന, ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ ബിബർജോയ്. ഇനി ചൈന കടലിലല്ല, വില്ലി സ്മോക്ക. വില്ലീസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും മോക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബംഗാൾ ഉൾക്കടലിലായിരുന്നു. ഈ ചോദ്യം ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും നദി എന്നേ കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും വലിയ നദി എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. ആൻസർ വരെ നർമ്മദയാണ്. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ക്യാൻസൽ ചെയ്യപ്പെടും. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന നദീജന്യ ദ്വീപുകളും നദികളും ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1. മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര. 2. ശിവസമുദ്രം കാവേരി. 3. ഉമാനന്ദ ദ്വീപ് ഗംഗ. 4. ദീബ്രു സൈക്കോവ ദ്വീപ് ബ്രഹ്മപുത്ര. ശരിയായ ജോഡികളാണ് ചോദിച്ചത്. ആൻസർ വരെ 1, 2, 4. അതായത് മാജുലി ദ്വീപ് ബ്രഹ്മപുത്ര, ശിവസമുദ്രം കാവേരി, ദീബ്രു സൈക്കോവ ബ്രഹ്മപുത്ര. ഇനി ഉമാനന്ദ ദ്വീപ് ഗംഗയിലല്ല, ബ്രഹ്മപുത്രയിലാണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ തുറമുഖം. ആൻസർ വരെ കൃഷ്ണപട്ടണം. 9. ഇന്ത്യ വികസിപ്പിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ റിയൽ ടൈം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ആൻസർ വരെ ജിസാറ്റ്-1. 10. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും വികസന പുരോഗതി കണക്കാക്കുന്നതിന് നീതി ആയോഗ് ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ച് തയ്യാറാക്കുന്ന സൂചിക ഏതാണ്? ആൻസർ വരെ സുസ്ഥിര വികസന ലക്ഷ്യം ഇന്ത്യ സൂചിക, SDG ഇന്ത്യ ഇൻഡെക്സ്. 11. ഇന്ത്യൻ ആസൂത്രണത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി. ആൻസർ കാർവേ കമ്മിറ്റി. 12. താഴെ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ കമ്പനികളിൽ മഹാരത്ന പദവി ഉള്ളവ ഏതെല്ലാം? 1. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. 2. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. 3. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മഹാരത്ന പദവി ഉള്ളവയാണ് ചോദിച്ചത്. ആൻസർ വരെ 1ഉം 3ഉം. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡും. ഇനി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് മിനിരത്ന 1 പദവിയാണ് ഉള്ളത്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ PC മഹലനോബി സ്ഥാപിച്ച പ്രശസ്തമായ സ്ഥാപനം ഏതാണ്? ആൻസർ വരെ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. 14. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഔദ്യോഗിക ലോഗോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന മൃഗം ഏതാണ്? ആൻസർ സിംഹം. 15. ലോക്സഭയിലേക്കും സംസ്ഥാന നിർമ്മാണ സഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരെ അനുച്ഛേദം 326.
16 ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിറവേറ്റുന്നില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അവ കൃത്യമായി നിറവേറ്റാൻ ഉദ്യോഗസ്ഥനോട് ആജ്ഞാപിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. ആൻസർ മാൻഡമസ്. 17 രാഷ്ട്രപതിയുടെ ഓഫീസ് ഒരു എമർജൻസി വിളക്ക് പോലെയാണ്. പ്രതിസന്ധികൾ ഉയരുമ്പോൾ വിളക്ക് തെളിയും, പ്രതിസന്ധി തീരുന്നതോടെ വിളക്ക് താനെ അണയുകയും ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ആർ വെങ്കട്ടരാമൻ. 18 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. 1 ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതിയും ഭരണഘടനയുടെ 128 ഭേദഗതി ബില്ലുമാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഈ ബില്ലിനെ ദൈവനിയോഗം എന്നാണ് നിയമമന്ത്രി ബില്ല് അവതരണ സമയത്ത് വിശേഷിപ്പിച്ചത്. അതാണ് രണ്ടാമത്തെ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും ഉപസംവരണവും ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. 4 ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘവാൾ ആണ്. അപ്പൊ ഇതിന്റെ ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉം ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതിയും 128 ഭേദഗതി ബില്ലുമാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘവാൾ ആണ്. 19 ഇന്ത്യൻ ഭരണഘടന പുനരവലോകനം ചെയ്യുന്നതിന് വേണ്ടി 2000 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ. ആൻസർ വരെ ജസ്റ്റിസ് വെങ്കട ചെല്ലയ്യ. 20 കേരളത്തിൽ കൊനോലി പ്ലോട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ വരെ മലപ്പുറം. 21 കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? ആൻസർ നെടുങ്ങാടി ബാങ്ക്. 22 കേരള സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി ഭിന്നശേഷി വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ ആവിഷ്കരിച്ച പദ്ധതി. ആൻസർ കൈവല്യ പദ്ധതി. 23 ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടത്തപ്പെട്ടു. ഈ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ വരെ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. 24 താരതമ്യേന വലിയ അളവിൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കളാണ് മാക്രോ മിനറലുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ മാക്രോ മിനറലുകൾ ഏതൊക്കെ? 1 സോഡിയം, 2 ഇരുമ്പ്, 3 ഫോസ്ഫറസ്, 4 സിങ്ക്. ആൻസർ വരെ 1ഉം 3ഉം, അതായത് സോഡിയവും ഫോസ്ഫറസും. ശരീരത്തിന് കൂടിയ അളവിൽ ആവശ്യമുള്ള മാക്രോ മിനറലുകളാണ് സോഡിയവും ഫോസ്ഫറസും. 25 പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണായ ഗ്ലൂക്കഗോണിന്റെ ധർമ്മങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത്? A രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. B ഇതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ ആകുന്നു. C കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. D ഇൻസുലിന്റെ പ്രവർത്തനത്തിന് വിപരീത പ്രവർത്തനം. അപ്പൊ അതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഇതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ ആകുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പം ഈ ഗ്ലൂക്കഗോണിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. 26 കീടനാശിനി പോലുള്ള രാസവസ്തുക്കൾ തടാകങ്ങളിൽ എത്തിപ്പെട്ട് അവ ഭക്ഷ്യശൃംഖലയിലെ ഉയർന്ന ശ്രേണിയിൽ കൂടുതൽ സാന്ദ്രതയിൽ കേന്ദ്രീകരിക്കുന്നു. ഈ പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ പേരെന്ത്? ആൻസർ ബയോമാഗ്നിഫിക്കേഷൻ. 7 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം? 1 പ്രമേഹം, 2 ഉയർന്ന രക്തസമ്മർദ്ദം, 3 ഹെപ്പറ്റൈറ്റിസ് ബി, 4 ക്യാൻസർ. ആൻസർ വരെ 1, 2, 4, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ക്യാൻസർ. 28 2024 ലോക ഹാപ്പിനെസ് വാർഷിക റിപ്പോർട്ട് പ്രകാരം പട്ടികയിൽ 126 സ്ഥാനത്ത് എത്തിയ രാജ്യം. ആൻസർ ഇന്ത്യ. ഇനി 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118 ആയിരുന്നു. 1ാം സ്ഥാനം ഫിൻലാൻഡ്, 2ാം സ്ഥാനം ഡെൻമാർക്ക്, 3ാം സ്ഥാനം ഐസ്ലാൻഡ്. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യ 118, ഫസ്റ്റ് ഫിൻലാൻഡ്, സെക്കൻഡ് ഡെൻമാർക്ക്, തേർഡ് ഐസ്ലാൻഡ്. ഇനി 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. ഫസ്റ്റ് ഫിൻലാൻഡ്, സെക്കൻഡ് ഐസ്ലാൻഡ്, തേർഡ് ഡെൻമാർക്ക്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യ 116 സ്ഥാനത്ത്, ഫസ്റ്റ് ഫിൻലാൻഡ്, സെക്കൻഡ് ഐസ്ലാൻഡ്, തേർഡ് ഡെൻമാർക്ക്. 29 പ്രൊജക്ടൈൽ ചലനത്തിൽ വസ്തു പരമാവധി ഉയരത്തിലെത്തുമ്പോൾ പ്രവേഗത്തിനും ത്വരണത്തിനും ഇടയിലുള്ള കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ആൻസർ 90 ഡിഗ്രി. 30 ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തനം ഏത് നിയമം അനുസരിച്ചാണ്? ആൻസർ പാസ്കൽ നിയമം. 31 പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആൻസർ കാൻഡല. 32 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ആൻസർ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. 33 വെയിലത്തിരിക്കുന്ന ബലൂൺ വികസിച്ച് പൊട്ടിപ്പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ആൻസർ ചാൾസ് നിയമം. 34 അക്വാറീജിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1 അക്വാറീജിയ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും ഗാഢ നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ്. 2 അക്വാറീജിയയ്ക്ക് ക്ഷാരഗുണമാണ്. 3 അക്വാറീജിയയ്ക്ക് സ്വർണ്ണത്തെ ലയിപ്പിക്കുവാൻ കഴിയും. 4 അക്വാറീജിയ രാസപദാർത്ഥങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ 1, 3. അക്വാറീജിയ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും ഗാഢ നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ്. അക്വാറീജിയയ്ക്ക് സ്വർണ്ണത്തെ ലയിപ്പിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ പ്രസ്താവന അക്വാറീജിയയ്ക്ക് ക്ഷാരഗുണമല്ല, അസിഡിക് ഗുണമാണ് ഉള്ളത്. നാലാമത്തെ പ്രസ്താവന അക്വാറീജിയ രാജകീയ ദ്രാവകം എന്നാണ് അറിയപ്പെടുന്നത്, രാസപദാർത്ഥങ്ങളുടെ രാജാവ് എന്നല്ല. 35 ഒരേ എണ്ണം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ഉള്ളതും എന്നാൽ വ്യത്യസ്തമായ ന്യൂട്രോണുകൾ ഉള്ളതുമായ മൂലകങ്ങളെ എന്ത് വിളിക്കുന്നു? ആൻസർ ഐസോടോപ്പുകൾ. 36 ഇന്ത്യയിൽ ആദ്യമായി മെത്തനോളിൽ ഓടിക്കുന്ന ബസ് ആരംഭിച്ച നഗരം ഏത്? ആൻസർ ബംഗളൂരു. 37 മലയാളത്തിലെ നോവലിസ്റ്റുകളുടെ പേരുകളും അവരുടെ രചനകളും നൽകിയിരിക്കുന്നു. ശരിയായി യോജിപ്പിച്ചത് കണ്ടെത്തുക.
1 ഒ വി വിജയൻ, എ വിഷകന്യക, 2 യു കെ കുമാരൻ, ബി തലമുറകൾ, 3 എസ് കെ പൊറ്റക്കാട്, സി തക്ഷൻകുന്ന് സ്വരൂപം, 4 ഇ സന്തോഷ് കുമാർ, ഡി അന്ധകാരനഴി. ആൻസർ വരിക 1 ബി, അതായത് ഒ വി വിജയൻ തലമുറകൾ, 2 സി യു കെ കുമാരൻ തക്ഷൻകുന്ന് സ്വരൂപം, 3 എ എസ് കെ പൊറ്റക്കാട് വിഷകന്യക, 4 ഡി ഇ സന്തോഷ് കുമാർ അന്ധകാരനഴി. ഒ വി വിജയൻ തലമുറകൾ, യു കെ കുമാരൻ തക്ഷൻകുന്ന് സ്വരൂപം, എസ് കെ പൊറ്റക്കാട് വിഷകന്യക, ഇ സന്തോഷ് കുമാർ അന്ധകാരനഴി. 38 നൽകിയിരിക്കുന്ന പട്ടികയിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരുടെ മാത്രം രചനകൾ ഉൾപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തുക. ആൻസർ വരിക ഒരു തെരുവിന്റെ കഥ, ഉജ്ജയിനി, ഏണിപ്പടികൾ, ഓടക്കുഴൽ. ഒരു തെരുവിന്റെ കഥ എസ് കെ പൊറ്റക്കാട്, ഉജ്ജയിനി ONV കുറുപ്പ്, ഏണിപ്പടികൾ തകഴി, ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്. 39 ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, നെറ്റ്ബോൾ എന്നീ കളികളിൽ ഒരു ടീമിൽ കളിക്കുന്ന കളിക്കാരുടെ എണ്ണം ശരിയായി ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണി ഏതാണ്? ആൻസർ വരിക 11, 6, 5, 7. അതായത് ക്രിക്കറ്റിൽ 11 കളിക്കാർ, വോളിബോളിൽ 6 കളിക്കാർ, ബാസ്കറ്റ്ബോളിൽ 5 കളിക്കാർ, നെറ്റ്ബോളിൽ 7 കളിക്കാർ. 40 കഥകളിയിൽ മഞ്ജുതര കുഞ്ചതല കേളിസദനെ എന്ന് തുടങ്ങുന്ന അഷ്ടപതി ഗീതം അരങ്ങേറുന്ന ചടങ്ങ് ഏത്? ആൻസർ മേളപ്പദം. 41 പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം ലഭിച്ച കൃതി. ആൻസർ രൗദ്ര സാത്വികം. 42 താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യരുടെ വിരലടയാളം, മുഖം തുടങ്ങി പ്രത്യേക ശാരീരിക സവിശേഷതകൾ ഉയർന്ന കൃത്യതയോടെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏത്? ആൻസർ ബയോമെട്രിക് സെൻസർ. 43 ഒരു സ്കൂൾ കമ്പ്യൂട്ടർ ലാബിൽ 30 കമ്പ്യൂട്ടറുകൾ ഒരു സ്വിച്ച് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള നെറ്റ്വർക്ക് ആണ്? ആൻസർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. 44 യഥാർത്ഥ വെബ്സൈറ്റുകളെ അനുകരിക്കുന്ന കൃത്രിമ വെബ് പേജുകൾ ഉപയോഗിച്ച് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയ രഹസ്യ വിവരങ്ങൾ കൈക്കലാക്കുന്ന സൈബർ കുറ്റകൃത്യ രീതി. ആൻസർ ഫിഷിംഗ്. 45 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത്? ആൻസർ കെ സ്മാർട്ട്. കെ സ്മാർട്ടിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ആണിത്. 46 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയാത്ത നിവൃത്തി. ആൻസർ ഡിവോഴ്സ് ഉത്തരവ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന്. 48 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്ന തീയതി. ആൻസർ വരെ ജൂലൈ 20, 2020. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് ജൂലൈ 20, 2020. 49 പോക്സോ നിയമപ്രകാരം ഒരു കുട്ടി തെറ്റായ പരാതി നൽകിയാൽ ശിക്ഷയില്ല. 50 ഹമാര സംവിധാൻ ഹമാര സമ്മാൻ ക്യാമ്പയിൻ എന്നത് ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ലോ ആൻഡ് ജസ്റ്റിസ്. ഹമാര സംവിധാൻ ഹമാര സമ്മാൻ ക്യാമ്പയിൻ ലോ ആൻഡ് ജസ്റ്റിസ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠം സമുദ്രങ്ങളിലൂടെ. അതിൻ്റെ തുടക്കം NV കൃഷ്ണവാര്യരുടെ വെള്ളപ്പൊക്കം എന്ന കവിതയിലെ ചില വരികളാണ്. വയലും പുഴയും കടന്നു പോകാം, കടലിൽ കടലിൽ പകർന്നു പോകാം, പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം, നമ്മൾ പുതുവാനവട്ടങ്ങൾ തേടിപ്പോകാം. അപ്പം ഇത് വെള്ളപ്പൊക്കം എന്ന കവിതയിലെ വരികളാണ്. NV കൃഷ്ണവാര്യർ രചിച്ചതാണ്. കൊളംബസിനെ പോലെ സാഹസിക യാത്ര നടത്തിയ നാവികരെ കുറിച്ച് നമുക്കറിയാം. പുതിയ ലോകങ്ങൾ തേടി വിശാലമായ സമുദ്രങ്ങളിലൂടെ അവർ നടത്തിയ യാത്രകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. ഇനി ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം. ഭൗമോപരിതലത്തിൻ്റെ 71% ജലമാണ്. സമുദ്രങ്ങൾ, കായലുകൾ, തടാകങ്ങൾ, നദികൾ, അരുവികൾ, ഉറവകൾ, ജലസംഭരണികൾ, കിണറുകൾ എന്നിവ ജലത്തിൻ്റെ വിവിധ സ്രോതസ്സുകളാണ്. ഇവയിൽ ഉപരിതല ജലസ്രോതസ്സുകളും ഭൂഗർഭ ജലസ്രോതസ്സുകളും ഉൾപ്പെടുന്നുണ്ട്. ഉപരിതല ജലസ്രോതസ്സുകൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടും. ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപരിതലത്തോട് ചേർന്ന് ഭൂമിക്കുള്ളിലായി കാണപ്പെടും. അപ്പോൾ ഉപരിതല ജലസ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ് നദി, തടാകം, സമുദ്രം തുടങ്ങിയവ. ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ ആണ് നീരുറവ, കിണർ, കുഴൽ കിണർ തുടങ്ങിയവ. ജീവജാലങ്ങൾ ഭൂമിയിലെ ജലം നിരന്തരമായി ഉപയോഗിച്ചിട്ടും തീർന്നു പോകാത്തത് ജലപരിവൃത്തി കാരണമാണ്. ഇനി ജലമണ്ഡലത്തിലെ ജലത്തിൻ്റെ ചാക്രിക ചലനത്തിൻ്റെ ഫലമായാണ് ജലസ്രോതസ്സുകളിലെ ജലം ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാത്തത്. അതാണ് ജലപരിവൃത്തി. ഇനി എന്താണ് ജലമണ്ഡലം? ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലുമായി കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അന്തർഭാഗത്തും അന്തരീക്ഷത്തിലും കാണപ്പെടുന്ന ആകെ ജലമാണ് ജലമണ്ഡലം. ജലപരിവൃത്തി ഭൂമിക്കുള്ളിലും ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായുള്ള ജലത്തിൻ്റെ ചാക്രിക ചലനമാണ് ജലപരിവൃത്തി. എങ്ങനെയാണ് ജലപരിവൃത്തി നടക്കുന്നത് നോക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ ജലസ്രോതസ്സുകളിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായി മാറുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപം കൊള്ളുന്നു. മേഘങ്ങളെ കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം എന്നിവയും ഘനീകരണത്തിൻ്റെ മറ്റു രൂപങ്ങളാണ്.
വർഷണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴം വീഴ്ച എന്നിവ വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഭൗമോപരിതലത്തിലെ ജലം ബാഷ്പീകരണത്തിലൂടെ നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തും. നീരാവി ഘനീഭവിച്ച് മേഘങ്ങളും മൂടൽമഞ്ഞും തുഷാരം എല്ലാം മാറും. ഇവ പിന്നെ വർഷണത്തിലൂടെ ഭൂമിയിലേക്ക് മഴയായിട്ടും മഞ്ഞുവീഴ്ചയായിട്ടും ആലിപ്പഴ വീഴ്ചയായിട്ടും എത്തും. ഇനി ബാഷ്പീകരണം, ഇവാപറേഷൻ. ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ. ഘനീകരണം, കണ്ടൻസേഷൻ. വായുവിലെ ജലബാഷ്പം അല്ലെങ്കിൽ നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ. വർഷണം, പ്രസിപ്പിറ്റേഷൻ. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിലെ ജലകണികകളുടെ വലുപ്പവും ഭാരവും കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ദ്രാവക രൂപത്തിലോ ഖരരൂപത്തിലോ ഭൂമിയിലേക്ക് പതിക്കുന്ന പ്രക്രിയ. അതാണ് വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ. ഇങ്ങനെ ജലമണ്ഡലത്തിൽ ജലം ബാഷ്പീകരണം, ഘനീകരണം, വർഷണം എന്നീ പ്രക്രിയകളിലൂടെ ചാക്രികമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജലപരിവൃത്തി. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് ജലം. എന്നാൽ ജലത്തിന്റെ വിതരണം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. ഭൂമിയിൽ 97% സമുദ്രജലവും മറ്റു ലവണജലവുമാണ്. 3% ശുദ്ധജലമുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഹിമപാളികളിലെയും ഹിമാനികളിലെയും ജലമാണ്. അത് ഏകദേശം ശുദ്ധജലത്തിൻ്റെ തന്നെ 68.7% വരും. പിന്നീട് ഭൂഗർഭജലമാണുള്ളത്. അത് 30.1%. പിന്നീട് മറ്റുള്ളത് 0.9%. ഏറ്റവും കുറവാണ് ഉപരിതല ജലം, 0.3%. ഉപരിതല ശുദ്ധജലം 0.3%. ഇപ്പോൾ ഭൂമിയിലെ ജലത്തിൻ്റെ 97% ലവണജലമാണ്. ഭൂമിയിലുള്ള ആകെ ശുദ്ധജലത്തിൻ്റെ അളവ് 3%. അതിൽ ഭൂരിഭാഗവും ഹിമപാളികളിലും ഹിമാനികളിലുമായി ഉറഞ്ഞു കിടക്കുന്നു. ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ ലഭ്യമായ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമാണ്. ഇനി ശുദ്ധജലം പോലെ തന്നെ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് സമുദ്രജലവും അനിവാര്യമാണ്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ആവാസ വ്യവസ്ഥകളെ പിന്തുണയ്ക്കുന്നതിലും സമുദ്രങ്ങൾ നിർണായകമായ പങ്കുകൾ വഹിക്കുന്നുണ്ട്. കൂടാതെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളും സമുദ്രങ്ങൾ പ്രദാനം ചെയ്യുന്നു.